Good morning, welcome back to my channel. This is Riya. Today we are talking about something which is very important for you. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു പൊസിഷൻസ്, അതായത് നമ്മുടെ കൈവശമുള്ളവ, അത് നമുക്ക് ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിലില്ല, അങ്ങനത്തെ ഒക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു യൂസേജാണ് ഹാവ്. ആ ഹാവിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യമായിട്ട് ഞാൻ ഹാവിനെ പറ്റി പരിചയപ്പെടുത്തുകയാണ്. ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് ഒരു മീനിങ്. ഈ ഹാവ് എന്ന് പറഞ്ഞാൽ അത് വെർബാവുകയാണെങ്കിൽ ആ വെർബിന്റെ ഫസ്റ്റ് ഫോം ഹാവ് ഓർ ഹാസ് എന്നാണ്. ഈ ഹാസ് നമ്മൾ സാധാരണ സിംഗുലേഴ്സിന്റെ ഒപ്പവും ഹാവ് നമ്മൾ പ്ലൂറൽസിന്റെ ഒപ്പമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഷീ, ഹി, ഇറ്റ് ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഹാസ് എന്നാണ് യൂസ് ചെയ്യുന്നത്. പകരം സബ്ജക്റ്റ് ഐ, യു, ദേവി അങ്ങനെയൊക്കെ ആണെങ്കിൽ, സബ്ജക്റ്റ് പ്ലൂറൽസ് ആണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഹാവ് എന്നാണ്. ഓക്കെ, അപ്പൊ ഹാവിന്റെ ഫസ്റ്റ് ഫോമാണ് നമ്മൾ പഠിച്ചത്, ഹാവ് ഓർ ഹാസ്. അതിന്റെ യൂസേജ് നമ്മൾ പഠിച്ചു. ഇനി ഹാവിനെ നമ്മൾ ഹാവിന്റെ സെക്കൻഡ് ഫോം ഹാഡ് എന്നാണ്. ഹാഡ് എന്ന് പറയുമ്പോൾ ഡിഡ് പ്ലസ് ഹാവ് ആണ്. ഡിഡ് പ്ലസ് ഹാവ് ചേർന്നാണ് നമുക്ക് ഹാഡ് എന്നുണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഹാഡിന്റെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഹാഡ് ഡിഡ് പ്ലസ് ഹാവ് ആണ് ഹാഡ്. അതാണ് ഹാവിന്റെ സെക്കൻഡ് ഫോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹാവിന്റെ തേർഡ് ഫോം നമ്മൾ ഹാഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഹാഡ് സിംഗുലേഴ്സ് ആയാലും പ്ലൂറൽസ് ആയാലും, സബ്ജക്റ്റ് സിംഗുലേഴ്സും പ്ലൂറൽസും ആയാലും നമ്മൾ ഹാഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ഹാവിക്ക് കടക്കാൻ. വളരെ എളുപ്പമാണ്, വളരെ ബുദ്ധിമുട്ടാണെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ കൈവശം ഉണ്ട് എന്ന് പറയാൻ, അതായത് ഒരു പൊസഷൻസ് പറയാൻ വേണ്ടി നമ്മൾ സാധാരണ ഹാവ് ആണ് യൂസ് ചെയ്യാറ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, എനിക്ക് ക്ലാസ് ഉണ്ട്. അതാണ് നമുക്ക് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഹോംവർക്ക് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയാണ് എനിക്ക് എൻ്റെ കയ്യിൽ പേനയുണ്ട്, പെൻസിലുണ്ട്, അങ്ങനെ ഉണ്ട് 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 അങ്ങനെ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹാവ്. ഈ ഹാവ് നമുക്ക് വേണമെങ്കിൽ പറയാം ഡു പ്ലസ് ഹാവ് ആണ് ഹാവ്. ഓക്കെ, ഡു പ്ലസ് ഹാവ് ആണ് ഹാവ്. ഞാൻ ഇത് പറയുന്നത് ഈ ഹാവിൽ വെച്ച് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. നമ്മൾ ഈ ഡു എങ്ങനെയാണ് ഹാവ് ഉണ്ടാകുന്നത് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറയാൻ കൂടുതൽ ഈസി ആവുക. ഈ ഡു പ്ലസ് ഹാവ് ഈക്വൽ ടു ഹാവ് അങ്ങനെ അറിയുന്നതായിരിക്കും. സോ അതിൽ വെച്ച് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട, അത് വിട്ടേക്ക്. സോ ഞാനിവിടെ പറയുകയാണ്, എനിക്ക് ക്ലാസ് ഉണ്ട്, ഐ ഹാവ് എ ക്ലാസ്. എനിക്ക് ക്ലാസ് ഉണ്ട്, ഐ ഹാവ് എ ക്ലാസ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി, എനിക്ക് ക്ലാസ് ഉണ്ട്, ഐ ഹാവ് എ ക്ലാസ്. എനിക്ക് പേനയുണ്ട്, ഐ ഹാവ് എ പെൻ. ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്, വി ഹാവ് എ ക്ലാസ്. ഇനി ക്ലാസ് ഉണ്ട് എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്തതാണ് ഐ ഹാവ് എ ക്ലാസ്. ഐ ഹാവ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ സബ്ജക്റ്റ് ഐ ആണ്, യു ആണ്, വി ആണ്. ഇതൊക്കെ വരികയാണെങ്കിൽ ഹാവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐ ഹാവ് എ ക്ലാസ്, വി ഹാവ് എ ക്ലാസ്, ദേ ഹാവ് എ ക്ലാസ്. ഇനിയിപ്പോൾ സപ്പോസ് നമ്മുടെ സബ്ജക്റ്റ് സിംഗുലേഴ്സ് ആയി വരികയാണ്, അതായത് ഷീ, ഹി, ഇറ്റ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഹാവിന്റെ പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? ഷീ ഹാസ് എ ക്ലാസ്, ഹി ഹാസ് എ ക്ലാസ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് ക്ലാസ് ഇല്ല എന്നാണ് പറയേണ്ടത്. നേരെ ഓപ്പോസിറ്റ്, എനിക്ക് ക്ലാസ് ഉണ്ട് എന്നല്ല, എനിക്ക് ക്ലാസ് ഇല്ല എന്ന് പറയാം. അപ്പൊ നമുക്ക് ഹാവിന്റെ കൂടെ ഒരു നോട്ട് ചേർത്താൽ മതി. ഐ ഹാവ് നോട്ട് ക്ലാസ്, എനിക്ക് ക്ലാസ് ഇല്ല, ഐ ഹാവ് നോട്ട് ക്ലാസ്. ഇത് നമുക്ക് എങ്ങനെ പറയാം? ഈ ഐ ഡോണ്ട് ഹാവ് എ ക്ലാസ്. ഐ ഡോണ്ട് ഹാവ് എ ക്ലാസ് എന്ന് പറയുന്നതായിരിക്കും ഇത്തിരി കൂടി ബെറ്റർ. ഐ ഡോണ്ട് ഹാവ് എ ക്ലാസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സംശയം വരും, എങ്ങനെയാണ് നമുക്കറിയാം നെഗറ്റീവ് സെന്റൻസ് പറയാൻ അതിന്റെ ഓക്സിലറി വെർബിന്റെ കൂടെ ഒരു നോട്ട് ചേർത്താൽ മതി. ഐ ഹാവ് നോട്ട് എ ക്ലാസ്. ഹാവിന്റെ ഒപ്പം നമ്മളൊരു നോട്ട് വെച്ചിട്ടാണ് പറഞ്ഞത്. നമ്മളിവിടെ പറഞ്ഞത് ഐ ഡോണ്ട് ഹാവ് എ ക്ലാസ് എന്നാണ്. ഇവിടെ എങ്ങനെയാണ് ഈ ഡോണ്ട് വന്നത്?
അപ്പോൾ അതിനാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഡു പ്ലസ് ഹാവ് ആണ് ഹാവ്. അപ്പോൾ ആ ഡൂവിൻ്റെ കൂടെ ഒരു നോട്ട് വെച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് പറയാം. ഐ ഡോണ്ട് ഹാവ് എ ക്ലാസ്. ഓക്കെ, ഇപ്പം ഞാൻ ചോദിക്കുകയാണ് എനിക്ക് ക്ലാസ് ഉണ്ടോ, എനിക്ക് ക്ലാസ് ഉണ്ടോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡു ഐ ഹാവ് ക്ലാസ്, ഡു ഐ ഹാവ് ക്ലാസ്, എനിക്ക് ക്ലാസ് ഉണ്ടോ, ഡു ഐ ഹാവ് ക്ലാസ്. അവിടെ നമ്മൾ ഡു വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡു ഐ ഹാവ് ക്ലാസ്. ഇനിയിപ്പോൾ നമുക്ക് ചോദിക്കാം എനിക്ക് ക്ലാസ് ഇല്ലേ, എനിക്കിന്ന് ക്ലാസ് ഇല്ലേ. ഡോണ്ട് ഐ ഹാവ് ക്ലാസ് ടുഡേ, ഡോണ്ട് ഐ ഹാവ് ക്ലാസ് ടുഡേ, ഡോണ്ട് ഐ ഹാവ് ക്ലാസ് ടുഡേ. എനിക്കിന്ന് ക്ലാസ് ഇല്ലേ. ഇല്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ ഡോണ്ട് വയ്ക്കുകയാണ്. എനിക്ക് ക്ലാസ് ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഡു ഐ ഹാവ് വയ്ക്കും. ക്ലാസ് ഇല്ലേ ചോദിക്കുമ്പോൾ ഡോണ്ട് ഐ ഹാവ്. അങ്ങനെ നമ്മൾ ചോദിക്കുകയാണ്. ഇപ്പം നമുക്ക് ഹാവിൻ്റെ ഒരു ഡു ഡസ് പ്ലസ് ഹാവ്, ഡു ഓർ ഡസ് പ്ലസ് ഹാവ് ആണ് നമ്മൾ ഹാവ്. ഡു പ്ലസ് ഹാവ് ഹാവ് തന്നെയാണ്. ഇനി ഡസ് പ്ലസ് ഹാവ് ആണ് എന്ത്? ഹാസ്. ഡസ് പ്ലസ് ഹാവ് ആണ് ഹാസ്. ഇപ്പൊ അവൾക്ക് ക്ലാസ് ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ എന്ത് പറയും? ഷി ഡസ് നോട്ട് ഹാവ് എ ക്ലാസ്, ഷി ഡസ് നോട്ട് ഹാവ് എ ക്ലാസ്, ഷി ഡസ് നോട്ട് ഹാവ് എ ക്ലാസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം അവന് ഒരു ക്ലാസ് ഇല്ല എന്ന് പറയാം. ഹി ഡസ് നോട്ട് ഹാവ് എ ക്ലാസ്, ഡസ് നോട്ട് ഡസൻറ്റ് ഹാവ് എ ക്ലാസ്. ഇപ്പൊ അവൾക്കൊരു ക്ലാസ് ഇല്ലേ? ഡസൻറ്റ് ഷീ ഹാവ് ക്ലാസ്, ഡസൻറ്റ് ഷീ ഹാവ് ക്ലാസ്. അപ്പോൾ ഡസ് പ്ലസ് ഹാവ് ആണ് ഹാസ്. അത് നമ്മൾ ക്വസ്റ്റ്യനിക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഡസൻറ്റ് ഷീ ഹാവ് ക്ലാസ്. ഓക്കെ, അവൾക്ക് ക്ലാസ് ഉണ്ട് എന്ന് പറയാം. ഷീ ഹാസ് എ ക്ലാസ്. സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ കാര്യങ്ങളുമായി ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ വീണ്ടും കാണാം. അതുവരെ ബൈ.